വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, എൻ്റെ മക്കളെ എല്ലാവരും സിമ്പിൾ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്. കാരണം പുതിയൊരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. വേരിയബിൾസ്, ഇക്വേഷൻസ്, ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിലുള്ള ഉത്തരത്തിലേക്ക് എത്തുക. അധികവും മാത്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. കാരണം നമുക്കിങ്ങനെ സോൾവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതിനെ ആയിരിക്കും നിങ്ങൾക്ക് മാത്സിൽ കുറേ ആൾക്കാർക്ക് താല്പര്യം അല്ലേ. ഇതിങ്ങനെ എഴുതി ഓരോ ഇക്വേഷനായിട്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തുന്ന ഒരു രീതിയായിരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചാപ്റ്ററാണിത്. സോ നിങ്ങൾ ആരും ഈ ചാപ്റ്ററിൽ ഒരു ചോദ്യം പോലും മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് സെക്ഷനായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സാമിനൊക്കെ വരുന്ന രീതിയിലുള്ള ചോദ്യം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യമാണിത്. എൻ്റെ മക്കളൊന്ന് ചുമ്മാ വായിച്ച് നോക്കിക്കേടാ. എന്താ വരുന്നത്? രാജുസ് ഫാദേഴ്സ് ഏജ് ഈസ് 5 years more than 3 times ഓഫ് രാജുസ് ഏജ്. എന്താ പറയുന്നത്? രാജു ഉണ്ട്, അതുപോലെ ഫാദറും ഉണ്ട്. അയ്യോ, ഫാദറിൻ്റെ എഫ് അങ്ങ് പോയി അല്ലേ. ഓക്കെ, രാജു ഉണ്ട്, ഫാദറും ഉണ്ട്. അപ്പം രാജുവിൻ്റെ ഏജ് നമുക്കറിയില്ല. അപ്പം നമുക്കറിയാത്തത് എന്താണോ അതിനെ എന്താക്കിയിട്ട് എടുക്കാനായിരുന്നു ഞാൻ പറഞ്ഞത്? ഒരു വേരിയബിൾ ആക്കി എടുക്കണം അല്ലേ. അപ്പോൾ വേരിയബിൾ ഞാൻ ചുമ്മാ അവിടെ എക്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ രാജുയുടെ ഏജിൻ്റെ 3 ഇരട്ടിയോട് 5 കൂടുതലാണ് ആരുടെ വയസ്സ്? അച്ഛൻ്റെ വയസ്സ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാ രാജുയുടെ ഏജിൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3x. അതിനോട് 5 മോർ ആണല്ലേ, 5 കൂടുതലാണ്. അപ്പം +5 ചെയ്തു. അപ്പം ഇതാണ് ഇക്വേഷൻ്റെ ഒരു എക്സ്പ്രഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു എക്സ്പ്രഷൻ? ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ. 3x + 5 ഒരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തു ഞാൻ ഇല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കളൊന്ന് വായിച്ച് നോക്കിക്കേ. ഫൈൻഡ് രാജുസ് ഏജ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രാജുവിൻ്റെ ഏജ് എന്താണ്, എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ തന്നിട്ടുണ്ട് അച്ഛൻ്റെ വയസ്സ് 44 ആണെന്ന്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാ? 3x + 5. അതെത്രയാ? 44. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഞാനൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കണേ എൻ്റെ കുട്ടികളെ. 3x + 5 എന്ന് പറയുന്നത് 44ന് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈക്വൽ ആണ് എന്ന് പറയുന്നതിൻ്റെ ഈക്വൽ ടു സൈൻ ഇട്ടാലേ അവിടെ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു LHS പാർട്ടും ഉണ്ടാവും, RHS പാർട്ടും ഉണ്ടാവും. അപ്പോൾ LHSൽ നിന്ന് നിങ്ങൾ RHSലേക്ക് പോകുമ്പം സൈൻ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈൻ ആവണം. അപ്പോൾ നോക്കടാ, ഇവിടെ നോക്കിക്കേ, നമുക്ക് 3x എന്ന് എഴുതി ഞാൻ +5ന് എന്ത് ചെയ്യാണ്? ഈ +5നെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? അത് -5 എന്നുള്ള രീതിയിലായിട്ട് മാറി. +5 നേരെ ഓപ്പോസിറ്റ് സൈൻ ആവണം നേരെ RHSലേക്ക് പോകുമ്പോൾ. അപ്പോൾ എന്തായി? -5. ദെൻ 3x = 39 എന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി x = ആണ് എനിക്ക് ആൻസർ കിട്ടേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഈ 3നെയും കൂടെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 3നെ അവിടേക്ക് കൊണ്ടുവന്നത് എന്തായി? 39 × 3 ആണ് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്തായിട്ട് മാറും? ഓപ്പോസിറ്റ് സൈഡ് /3 ആയിട്ട് മാറും. ദെൻ എക്സിൻ്റെ വാല്യൂ എന്തായി മക്കളെ? 13 എന്ന് കിട്ടിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ രാജുക്കുട്ടൻ്റെ എക്സിൻ്റെ വാല്യൂ ആണ് എത്ര കിട്ടിയത്? 13 എന്ന് കിട്ടിയത് അല്ലേ. അപ്പോൾ രാജുവിൻ്റെ വയസ്സ് എത്രയാണ്? 13. അപ്പോൾ ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതാണ് ആ ചോദ്യം? യെസ്, ഒരു ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അതിലെടുത്ത് പറയുന്നുണ്ട് ഈ ട്രയാങ്കിളിൻ്റെ പേര്. ഏതാണ് ഈ ട്രയാങ്കിളിൻ്റെ പേര്? ഐസോസിലസ് ട്രയാങ്കിൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ പേര്? ഐസോസിലസ്. എന്താണ് ഐസോസിലസ്? 2 ആംഗിളും അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതാ ഈ 2 ആംഗിളും അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള 2 സൈഡും ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസിലസ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതെടുക്കാൻ കാരണം ട്രയാങ്കിൾ കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതാണ്, ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഏതാണെന്നല്ലേ. ഇതിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആരാണ്? ഇത്. ഓക്കെ, അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളിനെ കുറിച്ച് നമ്മളോട് എന്താ പറയുന്നത്? ഇവിടെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ഉണ്ട്. ദ ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. ഈ ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, ആൻഡ് ദ വെർട്ടെക്സ് ആംഗിൾ ഈസ് 40. ഈ മൂന്നാമത്തെ വെർട്ടെക്സ് ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെന്ന് ഞാൻ എഴുതി കേട്ടോ. 40 ഡിഗ്രി. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യം എന്താണ്? വാട്ട് ആർ ദ ബേസ് ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. ഈ 2 ആംഗിളും എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചൊരു പോയിന്റ് ഉണ്ട്. ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നൊരു ഡിഗ്രി ഉണ്ടായിരുന്നു, ആംഗിൾ ഉണ്ടായിരുന്നു. അത് എത്രയാ? ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെയും സം എന്ന് പറഞ്ഞാൽ 180 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 40 ഡിഗ്രിയും ഈ 2 ആംഗിൾ എനിക്ക് അറിയില്ലല്ലോ, രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ അറിയാത്തതുകൊണ്ട് ഞാൻ എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എക്സ് തന്നെയല്ലേ വരിക.
രണ്ടും എക്സ് ആണ് വരിക അല്ലേ. അപ്പോൾ ഏതൊക്കെ ആംഗിൾ കൂട്ടണം? 40യും എക്സും ആഡ് ചെയ്യണം. എക്സും കൂട്ടണം 40യും കൂട്ടണം. ഈ 3 ആംഗിളും ആഡ് ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുക? 180. ഓക്കെ, ഈ 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടും. ഓക്കെ, എക്സ് പ്ലസ് എക്സ്, ഒരു മാങ്ങ പ്ലസ് ഒരു മാങ്ങ, 2 മാങ്ങ. അപ്പോൾ ഒരു എക്സ് പ്ലസ് ഒരു എക്സ് 2x, 2x അല്ലേ. 2x പ്ലസ് 40 ഈസ് ഈക്വൽ ടു 180. ഇനി നോക്കിക്കേടാ, ഈ 14 അല്ലേ, പ്ലസ് 14 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്തായിട്ട് മാറും? 2x ഇസ് ഈക്വൽ ടു 180യുടെ അടുത്തേക്ക് പ്ലസ് 40 പോയാൽ ഓപ്പോസിറ്റ് സൈൻ ആവണം എന്ന് പറഞ്ഞാൽ -40 ആയിട്ട് മാറി. 180ൽ നിന്ന് 40 മൈനസ് ചെയ്താൽ എത്ര വരുവടാ? 140 എന്ന് കിട്ടിയിട്ടുണ്ടാവണം. എനിക്ക് കിട്ടേണ്ടത് എക്സിൻ്റെ വാല്യൂ അല്ലേ എന്ന് പറഞ്ഞതാ ഇവിടെ ഗുണിക്കണം 2 അല്ലേ. ഇൻറ്റു 2 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തായിട്ട് മാറും? നേരെ ഓപ്പോസിറ്റ് സൈൻ ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. ദെൻ എക്സിൻ്റെ വാല്യൂ എനിക്ക് എത്ര കിട്ടി? 70 ഡിഗ്രി എന്ന് കിട്ടി, 70 ഡിഗ്രി. അപ്പോൾ ഓരോ ആംഗിളും എത്രയാണ്? 70 ഡിഗ്രി വീതമായിരിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ 3 ആംഗിളും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കുക. 3 ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സോൾവ് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. പക്ഷേ നിങ്ങളത് മിസ് ചെയ്യരുത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. സോ ഈ 3ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ എൻ്റെ മക്കളുടെ ആൻസറിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കും. എവിടെ? കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആൻസറുമായിട്ട് കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അതിൻ്റെ ആൻസർ ആരാണ് ആദ്യം പറഞ്ഞത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ സിമ്പിൾ ഇക്വേഷനിൽ നിന്നോ ഇനി വരുന്ന ചാപ്റ്റേഴ്സ് എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിട്ട് അടുത്തൊരു ക്ലാസ്സിൽ മിസ് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.